ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ചുരിദാറാണ്. പക്ഷേ അയൺ ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് ഉരുകിപ്പോയി. അപ്പോൾ ഇടാൻ പറ്റാത്തൊരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് റീമേക്ക് ചെയ്തെടുത്താലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് നെറ്റിൻ്റെ ഒരു ഫാബ്രിക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആഷ് കളർ ബ്ലാക്കും ആഷും കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഏത് ഡ്രസ്സാണോ ചീത്തയായത്, കീറിപ്പോവുകയോ ഉരുകിപ്പോവുകയോ ചെയ്തിട്ടുള്ളത്, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡ്രസ്സ് ഞാൻ പുതിയതായിട്ട് ഇടുമ്പോഴും എനിക്ക് ആദ്യം ഒരു ചെറിയ ഒരു കീറലോ അയൺ ചെയ്യുമ്പോൾ ഒന്ന് ഉരുകിപ്പോകലൊക്കെയാണ് പതിവ്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് റീമേക്ക് ചെയ്തിട്ടാണ് ഇടാറ്. അപ്പോൾ എനിക്ക് പ്ലെയിൻ ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനോട് ഞാൻ ആഷ് കോമ്പിനേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആഷ് കളർ തന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ആ ഒരു ആഷ് കളറ് നെറ്റ് ഫാബ്രിക്കിൽ നിന്ന് ഈ പൂക്കൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫാബ്രിക് ഗ്ലൂ ആണ് ഇത്. ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് എവിടെയാണോ ആ ഒരു പോർഷൻ കീറിപ്പോയിട്ടുള്ളത് അവിടെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക. ഫസ്റ്റ് അവിടെ ഒന്ന് കവർ ചെയ്തിട്ട് ബാക്കി നമ്മുടെ ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡിസൈൻസൊക്കെ മാറ്റി വയ്ക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് അടിവശത്ത് കുറച്ച് ന്യൂസ് പേപ്പർ ഇടാൻ ഓർമ്മിക്കുക, അല്ലെങ്കിൽ അടിവശത്തുള്ള ആ ഒരു തുണിയും കൂടി ഒട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ആ ഫ്രണ്ട് പോർഷനിലൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ അവിടെ ഒരു ബട്ടൺ ഉണ്ടായിരുന്നു, മുന്നേറ്റിരുന്നപ്പോൾ ഒരു ഗ്രീൻ കളർ ബട്ടൺ ഉണ്ടായിരുന്നു. ആ ബട്ടണൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നീട് അതിനകത്തോട്ടും ആ കഴുത്തിൻ്റെ താഴ്ഭാഗത്തോട്ടും ഇതുപോലെ ന്യൂസ് പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫാബ്രിക് അതേപോലെ തന്നെ ഒരു നെറ്റ് ഫാബ്രിക്കിൽ നിന്ന് ആ പൂക്കളൊക്കെ നന്നായിട്ട് എംബ്രോയ്ഡറി ഉള്ള പൂവാണിത്, അതൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ആദ്യം ഫ്രണ്ട് പോർഷനിലോട്ടും ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫാബ്രിക് ഗ്ലൂ ആയതുകൊണ്ട് തന്നെ 24 hours ഉണങ്ങാൻ അനുവദിക്കുക. അതിനുശേഷം 48 hours കഴിഞ്ഞിട്ട് മറിച്ചിട്ടിട്ട് ഒന്ന് അയൺ ചെയ്താൽ നല്ല ബലത്തിലിരിക്കും, പെട്ടെന്നൊന്നും ഇളകി പോരില്ല. അഥവാ ഇളകി പോകാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നിയാൽ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ പൂ വെച്ച് കഴിഞ്ഞിട്ടില്ലേ, അതിനുശേഷം കട്ട് ചെയ്തിട്ട് എവിടെയൊക്കെയാണോ ആവശ്യമുള്ളത് ആ പോർഷൻസിലൊക്കെ ഞാനിതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മാക്സിമം ഞാൻ ചുരുക്കിയാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് എങ്ങനെ വേണമെന്ന് നമ്മൾ വേണം തീരുമാനിക്കാനായിട്ട്. ഷോപ്പിൽ പോകുമ്പോൾ ചിലപ്പോഴൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊന്നും കിട്ടാറില്ല. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു റീമേക്കൊക്കെ നടത്തിയിട്ടാണ് ഇടാറ് മിക്കവാറും. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എവിടെയൊക്കെയാണോ ഇഷ്ടം അവിടെയൊക്കെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് മാറ്റി മറിച്ചൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് ഇത്രയും മതിയെന്ന് തോന്നിയതുകൊണ്ടാണ് ഇത്രയും വെച്ച് നിർത്തിയത്. അപ്പോൾ ഇതും ഇച്ചിരി ഓവറാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഞാനൊരു തുണി വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്ലെയിൻ ബ്ലാക്ക് തന്നെയാണ് ഭംഗി. പക്ഷേ എന്നിരുന്നാൽ പോലും എന്തെങ്കിലും കീറലോ അല്ലെങ്കിൽ ഉരുകിപ്പോവുകയോ ചെയ്താൽ നമുക്കൊന്ന് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചധികം കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതാണ് എങ്ങനെയുണ്ടെന്ന് ഇട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് പ്ലെയിൻ ബ്ലാക്ക് ചുരിദാർ. അപ്പോൾ അതാണ് ഇങ്ങനെയായിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.